നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിന്റെ ശാപമെന്നും അവരെ കൊണ്ട് കേരളത്തിന് ഒരു ഉപകാരവുമില്ലെന്നും കെ മുരളീധരൻ. നിർമ്മലാ സീതാരാമന്റെ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തെ മൊത്തം അപമാനിച്ചു. എന്താണ് ഉന്നത കുലജാതരെന്നും മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി പറഞ്ഞത് സമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവ് നടത്തിയാൽ അത് തടയുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിരിവുമായി മുന്നോട്ട് പോയാൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തും. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും കിഫ്ബിയിലേക്കാണ് പിടിക്കുന്നത്. കൂടാതെ ഇന്ധന സെസും. ഇതിനു പുറമെയാണ് ഇപ്പോൾ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലാക്കുന്ന തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ടോൾ പിരിച്ചാൽ തീർച്ചയായും അതിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്നും സുധാകരൻ അറിയിച്ചു. കോടിയേരിക്കെതിരെ ശോഭാ സുരേന്ദ്രന്റെ പരാമർശങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താനില്ലെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള അവഗണനയെന്ന് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് തെറ്റാണ്. കണക്കുകൾക്ക് കള്ളം പറയാനാവില്ലെന്നും കേന്ദ്രം കേരളത്തെ കൈയൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. KR മീരയ്ക്കെതിരെ പരാതി നൽകി രാഹുൽ ഈശ്വർ. കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ നടത്തിയ പരാമർശത്തിനെതിരെയാണ് രാഹുൽ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. മീരയുടെ പ്രസ്താവന കൊലപാതകത്തെ ന്യായീകരിക്കുന്നതാണ്. സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ ഈ ആഴ്ചയിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയെ തെളിവെടുപ്പിനായി എത്തിച്ചു. ഒരു കുറ്റബോധവും കൂസലുമില്ലാതെയാണ് ചെന്താമര തെളിവെടുപ്പിന് സഹകരിച്ചത്. വൻ സുരക്ഷാ സന്നാഹമാണ് ഇതിനായി ഏർപ്പെടുത്തിയിരുന്നത്. പോത്തുണ്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത പോലീസ് സന്നാഹത്തെ വിനിയോഗിച്ചിരുന്നു. 3 DYSPമാരും 11 ഇൻസ്പെക്ടർമാരും അടക്കം 350ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നത്. ജനകീയ പ്രക്ഷോഭം കൂടി കണക്കിലെടുത്തായിരുന്നു ഈ തീരുമാനം. ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തിയിരുന്നു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഹരികുമാറിനെ 7-ാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞ് പോലീസ് അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ നെയ്യാറ്റിൻകര കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. കോടതി ഇയാളെ മാറ്റി നിർത്തി സംസാരിക്കുകയും ഇയാളുടെ മാനസിക ആരോഗ്യനില ഉൾപ്പെടെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് കസ്റ്റഡിയിൽ വിടുന്നത്. മനഃശാസ്ത്ര വിദഗ്ധന്റെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 4 ജില്ലകളിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് സമുദ്ര സമിതി പഠന കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കുക. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കർണാടകയിൽ കടക്കണിയിൽപ്പെട്ട് 4 കർഷകർ ജീവനൊടുക്കി. മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത 4 കർഷകരാണ് ഒറ്റ ദിവസം ആത്മഹത്യ ചെയ്യുന്നത്. ബാങ്കിൽ നിന്നെടുത്ത വായ്പകൾ ഇവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൃഷിനാശവും ഇവരെ വലച്ചിരുന്നു. ബാങ്കുകളിൽ നിന്ന് തുടർച്ചയായി ഉണ്ടായ ശല്യം ചെയ്യലിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഇവർ നിർബന്ധിതരായത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ തുടച്ചു നീക്കാൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെയാണ് തിരിച്ചയച്ചത്. തിങ്കളാഴ്ച സൈനിക വിമാനമായ C-17 ആദ്യ സംഘത്തെ അയച്ചത്. അമേരിക്ക തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയിൽ 18,000 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് കണക്ക്. 15 ലക്ഷം പേരാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. എന്നാൽ 7.25 ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെന്നും സൂചനകളുണ്ട്. ദേശീയ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പ്യന്മാരെ വെല്ലുന്ന പ്രകടനത്തോടെ സ്വർണ്ണ നേട്ടത്തിലെത്തി 15-കാരൻ. കർണാടകയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ജൊനാഥൻ ആന്റണി 240.7 പോയിന്റ് നേട്ടത്തോടെയാണ് സീനിയർ വിഭാഗത്തിൽ തന്റെ ആദ്യത്തെ ദേശീയ സ്വർണം നേടിയത്. സർവീസസിന്റെ രവീന്ദ്രൻ സിംഗ് 240.3-നും ഗുർപ്രീത് സിംഗ് 220.1-നും നേടിയിരുന്നു. ഇവരെ മറികടന്നാണ് 15-കാരൻ ഈ നേട്ടം കൊയ്തത്.